ജീവിതം പൂർണ്ണമായിട്ട് ബാധിച്ചു കഴിഞ്ഞു. ഗ്യാസ് നമ്മൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണല്ലോ. മുമ്പത്തെ പോലെ പാചകം കൈകാര്യം ചെയ്യുന്നത് രീതിയല്ല. വിറകോ മറ്റൊന്നും ഉപയോഗിച്ചല്ലെന്ന് എല്ലാ വീടുകളിലും, മഹാഭൂരിപക്ഷം വീടുകളിലും ഹോട്ടലുകളിലും ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ലഭ്യമാകാത്ത സാഹചര്യം വലിയ പ്രതിസന്ധി തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് കുറേ കടകളൊക്കെ ഹോട്ടലുകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. റംസാൻ അവസാനിക്കുന്നതോടുകൂടി ഇതിൻ്റെ വലിയ പ്രതിസന്ധി നമ്മുടെ പ്രദേശം മുഴുവൻ സർക്കാരുകൾ ഇടപെട്ടതിന് അടിയന്തര പ്രാധാന്യത്തോടെ നടപടി സ്വീകരിക്കണം. ഗ്യാസ് മാത്രമല്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ക്രമാതീതമായ ക്രൂഡ് ഓയിലിൻ്റെ വിലയെല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ വലിയ രൂപത്തിലേക്ക് പ്രതിസന്ധി വരാൻ വേണ്ടി പോവാണ്. ഇല്ല, കേന്ദ്ര ഗവൺമെൻറ്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ വൻശക്തികൾ രാജ്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട രാജ്യം തന്നെയാണല്ലോ. ആ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാനും കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ടതാണ്. അതേപോലെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് 1 കോടിയിലേറെ ആളുകൾ, ഇന്ത്യക്കാർ, ഈ പറയുന്ന GCC രാജ്യങ്ങളിലെല്ലാം തൊഴിലെടുക്കുന്നവരാണ്. ഏറെക്കുറെ അവിടെ സെറ്റിൽഡ് ആയവരുണ്ട്. അവരെല്ലാം ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നു. ഉള്ള മലയാളികളെല്ലാം കൊള്ളയടിക്കുന്ന വിമാനത്തിൻ്റെ ചാർജ് വർധനവും എല്ലാം ജീവിതം ദുസ്സഹമാക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ പരിമിതികളുണ്ടാവും. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൽ കാര്യമായ നടപടി സ്വീകരിക്കേണ്ടത്. സ്വീകരിക്കപ്പെട്ടേ പറ്റൂ.